ആരാടോ തന്റെ അടുത്ത് ഇരാ? ഒരു ഡീസന്റ് പാർട്ടിയാ. ദേവികുളം മുൻ MLA എസ് രാജേന്ദ്രൻ BJP-യിലേക്ക് രാജീവ് ചന്ദ്രശേഖറുമായി രാജേന്ദ്രൻ ചർച്ച നടത്തി. ഒരു മാസത്തിനുള്ളിൽ തീരുമാനമെന്ന് എസ് രാജേന്ദ്രന്റെ പ്രതികരണവും വന്നു. കേൾക്കാം ആദ്യം. സംസ്ഥാന പ്രസിഡന്റിനെ കണ്ടു, സംസാരിച്ചിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. സമയമായിരിക്കും. ഓഹോ, അവരുടെ ഒരു കൺക്ലൂഷൻ, ഒരു തീരുമാനങ്ങളോടുകൂടി എത്തിച്ചേരുമ്പോഴാണ് ഫൈനലൈസ് ആവുക. വേണ്ട, നടന്ന് ബുദ്ധിമുട്ടണമെന്നില്ല. മേൽവാസം തന്നെ അങ്ങോട്ട് അയച്ചുതരാം. വളരെ ഉപകാരം. നമ്മളും ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വ്യക്തിപരമായി സ്ഥാനമാനങ്ങളോ അല്ലെ പിന്നെ മത്സരമോ അങ്ങനെയൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. വ്യക്തിപരമായി ഒരു നേട്ടത്തിനോ ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടിയോ സ്ഥാനമാനത്തിന് വേണ്ടിയോ പ്രവേശനം ആഗ്രഹിക്കുന്നു. കുറേ കാലമായി കേരളത്തിൻ്റെ സാംസ്കാരിക സദസ്സുകളിലെല്ലാം പൊതുപ്രവർത്തകൻ എന്നാൽ പാടി നടന്ന ഒരു എളിയ ഒരാളാണ് ഞാൻ. പ്രഖ്യാപനം എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് ചെയ്യുന്നതല്ലല്ലോ, അവർ ചെയ്യുമായിരിക്കും. യദം വലം നോക്കാതെ ചെയ്തിരിക്കും. അങ്ങനെ തെരഞ്ഞെടുപ്പ് കാലത്ത് വലയുമായി BJP പോകുമ്പോൾ എന്താണ് ഇനി അടുത്ത നീക്കങ്ങൾ എന്ന് നമുക്ക് വിശകലനം ചെയ്യാം. CPM-ൽ രാജേന്ദ്രനെ അകറ്റി നിർത്തിയവർക്കെതിരെ ഒരു പണി കൊടുക്കുക, രാഷ്ട്രീയമായി അവർക്കൊരു പ്രത്യാഘാതം സൃഷ്ടിക്കുക എന്നതാണ്. ഒന്നുകിൽ ആശാന്റെ നെഞ്ചത്ത്, അല്ലെങ്കിൽ കളരിക്ക് വെളിയിൽ, രണ്ട് സംഭവിച്ചു. ഒരു കാലത്ത് കോൺഗ്രസ് നേതാക്കളായിരുന്നു BJP-യിലേക്ക് അങ്ങനെ ഒരുപാട് ഒഴുക്കുണ്ടായത്. അപ്പോൾ ഈ CPM ആണ്. ഇപ്പോൾ അത് CPM-ന് അങ്ങനെയെങ്കിൽ രാജേന്ദ്രന്റെ പോക്ക് എത്രത്തോളം തിരിച്ചടി ഉണ്ടാക്കും? നിനക്കിത് വേണം? നീ എന്റെ മുമ്പിൽ കിടന്ന് വിലസിയില്ലേ? എന്തൊക്കെയാ നീ പറഞ്ഞത്? CPM-ന്റെ വക്താക്കളായി, CPM-ന്റെ ജനപ്രതിനിധിയായി 15 വർഷത്തോളം പ്രവർത്തിച്ച ഒരാൾ, CPM-ന്റെ മുഖമായി നിന്ന ഒരാൾ, CPM ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച ആളൊക്കെ BJP-യിലേക്ക് പോകുമ്പോൾ അതിന്റെ രാഷ്ട്രീയ പ്രത്യാഘാതം വലുതാണ്. ഇനിയിപ്പോ ഇതൊരു ഒഴുക്ക് സംഭവിക്കുമ്പോൾ ഇതിപ്പോ കോൺഗ്രസ് നിന്നും CPM-ൽ നിന്നൊക്കെ പോകുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയാ എന്നതിനപ്പുറത്താ അത് മൊത്തം മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് കൂറുള്ള ആളുകളാണ് അവിടെ എന്നൊന്നും പറയാൻ പറ്റുന്ന കാലാവസ്ഥ അല്ലല്ലോ ഇപ്പൊ. മൈ ഗോഡ്, സെന്റിമെന്റൽ ആൻഡ് സൈക്കോളജിക്കൽ മൂവ്. ആളുകൊണ്ട് BJP-ക്ക് എന്താണ് ഗുണം? അതല്ല ഒരു നറേറ്റീവ് ഉണ്ടാക്കിയെടുക്കുകയാണോ ലക്ഷ്യം? രാജേന്ദ്ര കാര്യത്തിൽ സംഭവിക്കാൻ പോകുന്നത് അത് BJP-ക്ക് പെട്ടെന്നൊരു നേട്ടമൊന്നും BJP-ക്ക് ഉണ്ടാക്കില്ല. പക്ഷേ BJP-ക്ക് ദീർഘകാല അടിസ്ഥാനത്തിൽ അവിടെ ഒരു കളമൊരുക്കാൻ അത് സഹായിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അസംതൃപ്തരെയൊക്കെ പരമാവധി സ്വന്തം വളയത്തിലെത്തിക്കുക. അപ്പോൾ നമ്മുടെ ആളുകൾ വരുന്ന ആളുകളാണ്, വിവിധ വിഭാഗങ്ങളിൽ ആളുകൾ നമുക്കൊപ്പം ചേരുന്നതാണെന്നുള്ള സന്ദേശം കൊടുക്കാൻ BJP-ക്ക് തീർച്ചയായും ലക്ഷ്യമുണ്ടാവും. അവർ ആളുകളെയൊക്കെ കണ്ടുവച്ചിട്ടുണ്ടാവും. വേണ്ടി വന്നാൽ ഒരു കലാപം തന്നെ ഇവിടെ പൊട്ടി പുറപ്പെട്ടേക്കാം. സായുധ വിപ്ലവം ഞങ്ങൾക്ക് പുത്രിയല്ല. അയ്യോ, അതിപ്പോ പുതിയതൊന്നും അല്ലല്ലോ, ഇവന്റെ സ്ഥിരം പരിപാടിയല്ലേ. കുറെ കാലമായി ഞാൻ കേൾക്കാൻ തുടങ്ങിയിട്ട്. എന്ത് പുല്ലാണ് അതിന്റെയൊക്കെ സായുധ വിപ്ലവം? നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്. അത് ഞങ്ങൾ അങ്ങ് സഹിച്ചു.